ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നത്. ഗോതമ്പ് ദോശ. സാധാരണ നമ്മൾ പ്ലെയിൻ ആയിട്ടല്ലേ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി കുറച്ചും കൂടെ ടേസ്റ്റി ആക്കി എടുത്താലോ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കണ്ടാലോ. ആദ്യം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവാള ചെറുതായി അരിഞ്ഞത്, അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുക. ഇത് കൂടുതൽ നൈസാവാനും അതേപോലെ കൂടുതൽ കട്ടിയാവാതിരിക്കാനും ശ്രദ്ധിക്കണേ. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് കട്ട പിടിക്കാതെ ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ദോശക്കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുറച്ചായി ഒഴിച്ചെടുത്ത് നമ്മുടെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് വെന്തിട്ട് മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ പാനിൽ പറ്റി പിടിക്കുവേ. 1 മിനിറ്റെങ്കിലും നിങ്ങൾ നന്നായിട്ട് മൊരിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ദോശ പാനിൽ നിന്ന് തനിയെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഏകദേശം മറ്റേ വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ദോശ. ഇതുപോലെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതേപോലെ മാവൊഴിച്ച് നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ ക്രിസ്പി ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് ദോശ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദോശ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഗോതമ്പ് ദോശ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ, പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുകൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു അടിപൊളി ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.